ഈ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ മ്യൂസിക്കലി ചെയ്യാൻ പോകുന്നൊരു ടാസ്ക് ആണ്. ആദ്യം നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യും. ആ പാട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുള്ള രണ്ടുപേര് ഫ്രണ്ടിലേക്ക് വന്ന് വളരെ റൊമാൻറ്റിക് ആയിട്ട് എക്സ്പ്രഷൻസ് മാത്രം, അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാത്രം ഇട്ട് പെർഫോം ചെയ്യാം. എന്നിട്ട് എന്റെ ഒരു എന്താ പറയുക വേർഡിന് ചെവി കോർക്കുക. ഞാൻ സ്വിച്ച് എന്നുള്ളൊരു വേർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ എക്സ്പ്രഷൻ മാറ്റി പിന്നെ ഡാൻസ് ആയിരിക്കണം. അപ്പൊ ഈ ഡാൻസിന്റെ ഇടയ്ക്ക് വീണ്ടും ഈ പാട്ടിനിടയ്ക്ക് സ്വിച്ച് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോഡി അനങ്ങാൻ പാടില്ല, കൈ അനങ്ങാൻ പാടില്ല, തലയും മുഖവും മാത്രം അനങ്ങാവുള്ളൂ. നമ്മുടെ പ്രേമപൂജ ടീമാണ് തുടങ്ങാൻ പോകുന്നത്. അനന്തും നമ്മുടെ സാമുമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്റെ വേർഡ് ശ്രദ്ധിച്ചോണം. കണ്ണിലേயே சொன்னாடி வார்த்தையில இல்ல கண்ணிலேவா? அது எப்படி? ഇവര് ചെയ്യുന്നുണ്ടോ? അനന്ത എവിടെ എക്സ്പ്രഷൻ കാണട്ടെ? സ്വിച്ച്. மேகம் இருக்காதா பெண்ணு பெண்ணு, சாரல் அடிக்காதா பெண்ணு பெண்ணு, தேகம் நனையாதா பெண்ணு பெண்ணு, தீயும் அணையாதா பெண்ணு பெண்ணு, கண் பாஷை பேசினால் நான் என்ன செய்வேன், கன்ஃபியூஷன் ஆகிறேன் உள்ளே, பறக்க பறக்க துடிக்குது, பழக பழக பிடிக்குது, பழைய ரணங்கள் மறக்குது, என் தோகை வருடுதே, பறக்க பறக்க பழக பழக பழைய ரணங்கள் என் தோகை வருடுதே. നെക്സ്റ്റ് ടീം ജീവ. റെഡിയാണോ? പേടിക്കരുത്. ജീവ ആരുമായിട്ടാണ് ഏത് പേരിനെയാണ് സെലക്ട് ചെയ്യുന്നത്? ജീവ, എന്റെ ഒരു ആഗ്രഹം ചേച്ചിയെ സെലക്ട് ചെയ്യണം. നിന്റെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരുന്നതല്ല. ശരി, എന്നാ നമുക്ക് ആരത്തിനെ വിളിച്ചാലോ? ഓക്കെ. സ്വിച്ച്. സ്വിച്ച്. ഹേമന്തമൻ കൈക്കുമ്പിളി പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ, കിളിപാടുന്ന പാട്ടെന്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം ചേട്ടാ ഒരു മണ്ണു. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ റൗണ്ട് ശരിക്കും നമ്മൾ പറയത്തില്ല, ഇപ്പോഴത്തെ ജനറേഷൻ പറയത്തില്ല അവര് തൂക്കി എന്നൊക്കെ പറയുന്നത് തന്നെ. ഈ ഒരു ടാസ്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കിട്ടില്ലായിരുന്നു. ആസ് എ ഡാൻസർ എന്ത് തോന്നുന്നു? അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. അപ്പൊ ഒന്നും പറയാനില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും, ഇതിനെ പറ്റി പറയാൻ ഒരാളെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം. അറിയുന്ന ഒരാളെ വിളിക്കാം. നമ്മള് സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു അമ്മ, ഒരു ചേച്ചി എന്നുള്ളൊരു സ്ഥാനം കൊടുത്തിട്ടുള്ള നമ്മുടെ സ്വന്തം അമ്മിയ ചേച്ചിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം. ചേച്ചി എന്നൊക്കെ പറഞ്ഞ ആള് ഭയങ്കര കൂളാണ് കേട്ടോ, അത് ആദ്യമേ പറഞ്ഞേക്കാം. അമ്മിയ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? രണ്ടു കൂട്ടരും നന്നായി ചെയ്തു. പക്ഷെ നമ്മള് പറയൂലേ ഇത്തിരിയും കൂടെ നന്നായി എന്ന് പറയൂലേ, അത് ഇവർ രണ്ട് പേരാണ്. നിങ്ങൾ മോശമായി എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ജീവൻ ജീവിച്ചു രണ്ടുപേരും. രണ്ടുപേരും സൂപ്പറായി. അപ്പൊ അമ്മിയ ചേച്ചി ഇവരുടെ പെർഫോമൻസ് അത്രയ്ക്ക് നല്ലതായ സ്ഥിതിക്ക് ഇവര് മുഴുവനായിട്ടൊന്നും കളിച്ചോട്ടെ.
ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂവി പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടെന്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ അല്ല നമ്മളല്ലേ പറഞ്ഞ ജീവിച്ചു വന്ന ജീവൻ അതിനെന്തിനാ കുറ്റം പറയുന്നത്? ജീവിച്ചു. പക്ഷെ എലി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ജീവൻ ഉണ്ടല്ലോ ആരെ കിട്ടിയാലും ഇതേപോലെ പെർഫോം ചെയ്യും. പാട്ട് കിട്ടും. അവിടുന്ന് ഒരാളെ വെച്ച് നോക്ക്. അവിടുന്ന് ആരാ? നമുക്കൊന്ന് നോക്കാം. വാ. എക്സ്പ്രഷൻ വേണമെങ്കിൽ അത് ഇടാവേ. ശരിയാട്ടോ പോലെയുള്ളൂ. മേഘം കരുക്കാതാ പിന്നെ പിന്നെ സാരല്ലടിക്കാതാ പിന്നെ പിന്നെ ദേഹം നനയാതാ പിന്നെ പിന്നെ തീയും അണയാതാ പിന്നെ പിന്നെ ഭാഷ പേസിനായി ഞാൻ என்ன செய்வேன் கன்ஃபியூஷன் ஆகிறேன் உள்ளே பறக்க பறக்க துடிக்குது பழக பழக பிடிக்குது பழைய ரணங்கள் மறக்குது தென் தோகை வருடுது பறக்க பறக்க பழக பழக பழைய ரணங்கள் தென் தோகை வருடுது மேகம் இருக்காதா பெண்ணு பெண்ணு സാരൽ നടിക്കാതാ പെണ്ണ് പെണ്ണ്. അപ്പൊ എന്തായാലും ജീവ, ആരതി, നിങ്ങൾ നിങ്ങളുടെ ടീമിനെ രക്ഷിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്കാണ് ഈ ടാസ്കിൽ സമ്മാനം. Winners. അപ്പൊ എന്തായാലും അമ്പി ചേച്ചി, ഇവരാണ് വിന്നേഴ്സ് ആയിരിക്കുന്നത്. 40 സെക്കൻഡ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആരാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് പോകുന്നത്? ജീവ. Your time starts now. Go. അടിപൊളി. അതും നമ്മുടെയാണ് അല്ലേ? ശരി, 1.5 ലോഡ് പൗച്ചസുമായിട്ടാണ് നമ്മുടെ കുട്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ കൂട്ടുമ്പോൾ ഇതിന് ഈ ഒരു ടാസ്കിൽ ഇവർക്ക് 103 ആണ് ലഭിച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിങ് 42 കൂടെ. 42 കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും 145 എന്നുള്ള ഒരു കണക്കാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്, which is leading. And you guys are with 72, അല്ലേ? 72, 145 എന്നുള്ള ഒരു പോയിന്റുമായിട്ടാണ് നമ്മുടെ സൂര്യ സ്റ്റാർസ് ലീഡിംഗ്. ടോട്ടൽ സ്കോർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പമ്പി ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു. അപ്പൊ സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ നിറഞ്ഞ നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. സോ നമ്മൾ അടുത്ത ടാസ്കിലേക്ക് പോകുന്നു. ആൻഡ് ദ ടാസ്ക് നെയിം ഇസ് അൺലോക്ക് ദി സാന്റ. അൺലോക്ക് ദി സാന്റ, അതായത് സാന്റനെ അൺലോക്ക് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഈ ടാസ്ക് എന്താണെന്നുള്ള ഞാൻ പറയാൻ പോവാണ്. നമ്മുടെ സാന്റനെ നമ്മൾ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക, പക്ഷെ അതിന്റെ കീ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കേക്കിന്റെ അകത്താണ്. ഈ കേക്കിന്റെ അകത്ത് നിന്ന് കീ തപ്പിയെടുത്തിട്ട് വേണം സാന്റനെ അൺലോക്ക് ചെയ്യാൻ. പക്ഷേ എപ്പോഴും ഒരു ട്വിസ്റ്റ് നല്ലതാണല്ലോ, നിങ്ങളുടെ കൈ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പാടില്ല. പിന്നെ ആ കേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കഴിച്ച് തീർക്കുകയോ കഴിച്ച് എവിടം വരെ എത്തുമോ അതൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വീഡിയോ എങ്ങനെ സാധാരണ കഴിക്കുക? കൈ ഇല്ലാതെ എങ്ങനെ കഴിക്കുന്ന പറയുമ്പോഴത്തേക്കും ഇങ്ങനെ
ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഇതിനൊരു ഹെൽപ്പ് ഫോൺ എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കോൾ ആൻഡ് ഓഡിയൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഓഡിയൻസിനെ ഇതിൽ സെലക്ട് ചെയ്യാം. നമ്മുടെ കേക്ക്സ് വന്നിട്ടുണ്ട്. നമ്മുടെ പാവം ലോക്ക് ആയ സാന്റ ഇസ് ഓൾ ലോക്ക്ഡ് അപ്പ് ഹിയർ. ഇവിടെ ഉണ്ട്, താഴെ അപ്പുറത്തും ഉണ്ടോ? താഴെ ഉണ്ട്. ശരി, രണ്ടിടത്തും ലോക്ക് ഉണ്ട്. അപ്പൊ കീ ഏത് ടീമിനാണോ ആദ്യം കിട്ടുന്നത് അവര് വരിക ഇത് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഓഡിയൻസിൽ നിന്ന് ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിക്കാം. എനിക്ക് തോന്നുന്നു ആ ബാ മോളെ, അവിടുന്ന് ഒരാൾ റെഡിയായി. ഇവിടുന്ന് ആരാ? ബാമനെ. അവന്തികയും ധ്രുവാണ് ഇവരെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത്. ഇവരായിരിക്കും കേക്ക് കഴിച്ച് ഹെൽപ്പ് ചെയ്യുന്നത്. ശരി, ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്നും നോക്കണ്ട, കഴിച്ചു. സൂര്യ ഒരു കാര്യം പറയാം, അവിടെ ഇതിട്ട് ലിറ്ററലി കൊച്ചു ഇങ്ങനെ മാഷ് ചെയ്ത് കളയുമായിരുന്നു. ഇവിടെ സിൻസിയർ ആയിട്ട് ഓരോ കേക്കും അതിന്റെ മൂക്കിലും കണ്ണിലും വായിൽ എത്തുന്നുണ്ടെന്ന് ധ്രുവമായിട്ട് അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു? കണ്ണുണ്ടൊക്കെ ആദ്യമായിട്ടല്ലേ കേക്ക് കഴിക്കുന്നത്? ധ്രുവ കഴിക്കുന്നുണ്ടോ? അപ്പൊ എന്തായാലും ധ്രുവ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ആർക്കാണ് ഈ ക്രിസ്മസ് ട്രീ, നമ്മുടെ ഗോൾഡൻ ക്രിസ്മസ് ട്രീ മാസ് ആയിട്ട് ലഭിക്കാൻ പോകുന്നതെന്നുള്ള തർക്കം ഇവിടെ അവസാനിച്ചല്ലോ. ആ ടീം എന്ന് പറയുന്നത് ആരാണ്? പക്ഷെ സൂര്യ സ്റ്റാർ, നിങ്ങളൊരു കാര്യം വിചാരിക്കണം. അവിടുത്തെ ആ വശത്ത് നിന്ന് ഒരു ലക്കി ചാം ഇങ്ങോട്ടേക്ക് ഒരു നക്ഷത്രം പോലെ വന്നപ്പോഴാണ് ഇത് ഈ ടാസ്ക് നിങ്ങളെ വിജയിപ്പിച്ചത് നമ്മുടെ അവന്തിക്കാണ്. അതോടൊപ്പം കട്ടയ്ക്ക് നിന്നാണ് നമ്മുടെ ധ്രുവ. അപ്പം അപ്പൊ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തേ തീരുള്ളൂ. ചിറ്റിലപ്പള്ളി സ്ക്വയർ വെൽനസ് പാർക്ക് ഈവൻ ഹബ് ആൻഡ് റെസ്റ്റോറൻറ്റ്സിന്റെ ഫാമിലി വൗച്ചർ. ഇനി നമുക്ക് ബമ്പർ സമ്മാനത്തിലേക്ക് പോകാം. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളൊക്കെ ഇത്രയും നേരം നിന്ന് അടിപൊളിയായിട്ടാണ് എല്ലാ ടാസ്കും പെർഫോം ചെയ്തത്. എങ്കിൽ നമുക്ക് ജയിച്ച ടീമിനും തോറ്റ ടീമിനും സമ്മാനം നൽകിയാലോ? നമ്മുടെ വിന്നിംഗ് ടീം സൂര്യ സ്റ്റാർസിനും ലഭിക്കുന്നു ഇതേപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. എലിമെന്റ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ നൽകുന്നുണ്ട്. ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് എലിമെന്റ്സ്. കൃഷിക്കാരിൽ നിന്നും കസ്റ്റമറിലേക്ക് ഓർഗാനിക് പ്രോഡക്റ്റ് എലിമെന്റ്സ് ഫെയർ കോക്കനട്ട് ഓയിൽ. തലിഷ ഫാഷൻസ് ലേഡീസ് ഫസ്റ്റ് ചോയ്സ് കുർത്തീസ് ആൻഡ് സ്യൂട്ട്സ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ്. ഇതോടൊപ്പം തന്നെ ഹൈ റേഞ്ച് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടിയുണ്ട്. ഹൈ റേഞ്ചിന്റെ ഇടിയർച്ച ഉണ്ടെങ്കിൽ നാവിൽ കപ്പലോടും. ആഹാരം ജീവൻ ആധാരം ജീവൻ ഫുഡ്സ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഇനിയാണ് നമ്മള് അടുത്ത ബമ്പർ സമ്മാനം ഓരോന്നായിട്ട് നൽകാൻ പോകുന്നത്. വിന്നിംഗ് ടീം, സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും അർഹതപ്പെടുന്നതാണ് ഈ ഗിഫ്റ്റുകൾ. പക്ഷെ നമ്മുടെ കൂടെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്രയും കിടിലമായിട്ട് നിന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ഓഡിയൻസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇനി കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് ഹാമ്പേഴ്സ് അവർക്കല്ലേ നൽകേണ്ടത്. സോ നമുക്ക് അത് നൽകിയാലോ? സോ ആദ്യം ക്രാഡോ തൊട്ടിൽ, അതായത് ലോകത്തിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് സ്മാർട്ട് തൊട്ടിൽ ബ്രാൻഡായ ക്രാഡോ നൽകുന്ന സമ്മാനം ആർക്കാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം. സംഗീതേച്ചി വായോ, അമ്മ മനസ്സ്. അതെ, ദക്ഷ് കുഞ്ഞുകുട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ദക്ഷേ, കൺഗ്രാറ്റുലേഷൻ. ക്രാഡോ തൊട്ടിൽ നൽകുന്ന സമ്മാനമാണ് ലോകത്തിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് സ്മാർട്ട് തൊട്ടിൽ ബ്രാൻഡായ ക്രാഡോ നൽകുന്ന സമ്മാനം. Are you excited? ശരി, കണ്ണടച്ചോ. റെഡി, 1 2 3. KP സ്പൈസ് ഇടുക്കി നൽകുന്ന KP സ്പൈസ് ബിരിയാണി പോട്ട്. ഈ ബിരിയാണി പോട്ടിന്റെ ലക്കി വിന്നറിനെ എടുക്കാൻ നമുക്ക് അനന്തനെ സ്വാഗതം. ആഹാ, ഹെവൻ സേറ. ഹായ്, കൺഗ്രാറ്റുലേഷൻസ്.
അടുത്തതായിട്ട് അടുത്ത ലക്കി വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ്. ഈ ലക്കി വിന്നറിന് ലഭിക്കുന്നതെന്ന് പറയുന്നത് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ടി വി മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന എയർപോർട്ട് ആണ് ലഭിക്കാൻ പോകുന്നത്. ഇത് ഏത് ശിവാനിയാണ്? അത് 825 ആണോ ലാസ്റ്റ്? ശിവാനിക്ക് കൊടുക്കണോ? കൊടുത്തു. ശിവാനി അടുത്ത നമ്മളതാ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് സ്പോൺസർ ചെയ്യുന്ന ഗ്രൈൻഡർ ആണ് ലഭിക്കാൻ പോകുന്നത്. ആസ് യു ഓൾ നോ, പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ആർ ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ടി.വി, മൊബൈൽ ആൻഡ് അപ്ലയൻസസ് ആണ്. അപ്പം ഈ സമ്മാനം ലഭിക്കാൻ പോകുന്ന ആർക്കാന്നുള്ളത് നോക്കാം. ഈ സമ്മാനം നൽകുന്നതിനായി ഞാൻ നമ്മുടെ ഈ അസോസിയേഷൻ പ്രസിഡന്റിനെയും കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്, മിസ്റ്റർ മനോജ്. ഓൾസോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം കമാൽ, മെറിൻ. പിട്ടാപ്പള്ളിയിൽ ഏജൻസി സ്പോൺസർ ചെയ്യുന്ന ഗ്രൈൻഡർ ആണ് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചിറ്റിലപ്പള്ളി സ്ക്വയർ വെൽനസ് പാർക്ക് ഈവൻ ഹബ് ആൻഡ് റെസ്റ്റോറൻറ്റ്സിന്റെ ഫാമിലി വൗച്ചർ ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നൽകുന്നതിനായി ഞാൻ വേദിയിലേക്ക് ശോഭ മാം, ശ്രീജ മാം ആൻഡ് അഞ്ജലി മാമിനെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാഖിന സജീഷ്. രാഖിന അടിപൊളി. അമ്മയാണോ? മോന്റെ പേരെന്നാ? നിവാൻ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ എന്തായാലും ചിറ്റിലപ്പള്ളി സ്ക്വയർ വെൽനസ് പാർക്ക് ഈവന്റ് ഹബ് ആൻഡ് റെസ്റ്റോറന്റിന്റെ ഫാമിലി വൗച്ചർ ആണ് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ഗിഫ്റ്റ് ഹാമ്പർ എന്ന് പറയുന്നത് നമ്മുടെ യൂട്ടൻസിലിന്റെ ഉരുളിയാണ്. യൂട്ടൻസിൽ കുക്ക് വെയർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് ലഭിക്കാൻ പോകുന്നത്. ഒരാളെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ അസോസിയേഷനിലുള്ള നമ്മുടെ ശ്രേയസ് സാറിനെ സ്വാഗതം ചെയ്യാം. അവിടെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതാണ് അല്ലേ? സൂപ്പർ, നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഹായ് സർ. സാർ ഒരു സിനിമാ നടനാണെന്ന് ഞാൻ അറിഞ്ഞു. സിനിമ നടനൊന്നുമല്ല, ഒരു പടത്തിൽ ഒരു ചാൻസ് പടത്തിൽ അഭിനയിക്കുന്നതിന്റെ സിനിമ ഏതായിരുന്നു ആ മൂവി? കിങ് ഓഫ് ബോളിവുഡ്. ഇത് ഏത് വർഷമായിരുന്നു? ലോങ് ബാക്ക്? ദിസ് ഈസ് ഇൻ 2004. ഓ, ഐ വാസ് ജസ്റ്റ് ബോൺ, യു നോ. Oh my God. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ വിന്നറിനെ സാർ തന്നെ സെലക്ട് ചെയ്തു. ശോഭ വാര്യർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ മെഗാ ബമ്പർ സമ്മാനമാണ് എയർ ഫ്രയർ. അത് നൽകുന്നത് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ആണ്. ആസ് യു ഓൾ നോ, ഇറ്റ് ഇസ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ടി.വി, മൊബൈൽ ആൻഡ് അപ്ലയൻസസ്. എയർ ഫ്രയർ ലഭിക്കാൻ പോകുന്ന ആ വ്യക്തി ആരാന്നുള്ളത് നോക്കാം. മനോജ്. നമ്മുടെ എല്ലാ ടീംസും ഒരുമിച്ച് ചേർന്ന് സാറിന് ഇത് ഹാൻഡ് ഓവർ ചെയ്യാണ്ടാണ്. ഈ ചാലഞ്ചിൽ എന്തായാലും ജയിച്ച ടീം ഏതാന്നുള്ളത് മനസ്സിലായി. നമ്മുടെ സൂര്യ സാസാനെയാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. സീരിയൽ പോലെ തന്നെ, സീരിയൽ എങ്ങനെയാണോ ഹിറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അവർ പെർഫോമൻസിലും എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് നിന്നത്. പുതിയ സീരിയലായ പ്രേമപൂജ, അതിലെ താരങ്ങളാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. ഇവരെ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത് അല്ലെ? അപ്പം അടിപൊളിയാണത്, കിട്ടിയോണ്ട് കൊള്ളാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ആൻഡ് ശിവാനി, സാം, അനന്തു, സീരിയലും ഹിറ്റ് ആവട്ടെ. നിങ്ങളെ പ്രേക്ഷകർ എന്തായാലും ഏറ്റെടുത്തോണ്ടേ ഇരിക്കുന്നു. ഇനി ഞങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി മുതൽ നമ്മൾ യുദ്ധത്തിൽ എപ്പോഴും ഉണ്ടാവും. എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ ഇതുപോലെ തന്നെ കൂടും. പ്രജൽ, താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ ഓരോ ആഘോഷങ്ങളിലും കണ്ടുമുട്ടുന്നത് നമുക്ക് കാണാം. ആഘോഷത്തിൽ കാണാം. ഓൾസോ സാന്റ, താങ്ക് യു സോ മച്ച്. ശ്യാം എന്നാണ് നമ്മുടെ സാന്റയുടെ പേര്. അപ്പൊ എന്തായാലും സൂര്യ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ്. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. 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 ആവോ ദാമാരോ നാലാള് കൂടണല്ലോ. ആവോ ദാമാരോ നാളാകെ ചുറ്റണല്ലോ. ആവോ ദാമാരോ നാടകം കൂടിയിട്ട്. ആവോ ദാമാരോ രാക്കുളി കൂടണല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം